അർദ്ധരാത്രി 12 മണി കഴിഞ്ഞിരിക്കുന്നു. നഗരത്തിലെ തിരക്കുകളിൽ നിന്ന് മാറി ഒരു പഴയ വാടക വീട്ടിൽ തനിച്ച് താമസിക്കുകയായിരുന്നു ആദർശ്. ഒരു ഐ.ടി. കമ്പനിയിൽ ജോലി ചെയ്യുന്ന അവൻ അപ്പോഴും ലാപ്ടോപ്പിന് മുന്നിലായിരുന്നു. പെട്ടെന്ന് അവന്റെ ഫോൺ ബെല്ലടിച്ചു. സ്ക്രീനിൽ തെളിഞ്ഞത് ഒരു അപരിചിത നമ്പറാണ്. ഹലോ. ആദർശ് ഫോണെടുത്തു. മറുഭാഗത്ത് നിന്ന് വല്ലാത്തൊരു ശ്വാസം വലിക്കേട്ടു. പിന്നെ വളരെ നേർത്ത ഒരു ശബ്ദം. വാതിൽ തുറക്കൂ, എനിക്ക് തണുക്കുന്നു. ആരോ തമാശ കളിക്കുകയാണെന്ന് കരുതി ആദർശ് ഫോൺ കട്ട് ചെയ്തു. പക്ഷേ ഏതാനും സെക്കൻഡുകൾക്ക് ശേഷം വീണ്ടും അതേ നമ്പറിൽ നിന്ന് കോൾ വന്നു. ഞാൻ നിന്റെ വാതിലിന് മുന്നിലുണ്ട്, ഒന്ന് തുറക്കൂ. ആദർശ് ജനലിലൂടെ പുറത്തേക്ക് നോക്കി. പുറത്ത് കനത്ത ഇരുട്ടാണ്. ആരും അവിടെയില്ല. അവൻ വാതിലിന്റെ അടുത്തേക്ക് ചെന്ന് ഐഹോളിലൂടെ നോക്കി. പുറത്തെ വരാന്തയിൽ ആരുമില്ല. അവൻ സമാധാനത്തോടെ തിരികെ നടക്കാൻ തുടങ്ങിയപ്പോൾ വീണ്ടും ഫോൺ ശബ്ദിച്ചു. നീ പുറത്തേക്കാണല്ലോ നോക്കുന്നത്, ഞാൻ അകത്തുണ്ട്. ആദർശിന്റെ ശരീരം മരവിച്ചുപോയി. അവൻ പതുക്കെ തന്റെ ലാപ്ടോപ്പ് സ്ക്രീനിലേക്ക് നോക്കി. ഓഫ് ആയി കിടക്കുന്ന സ്ക്രീനിന്റെ കറുത്ത ഉപരിതലത്തിൽ തന്റെ പുറകിലായി നിൽക്കുന്ന ഒരു രൂപം അവൻ കണ്ടു. നനഞ്ഞു ഒട്ടിപ്പിടിച്ച മുടിയും വെളുത്ത കണ്ണുകളുമുള്ള ഒരു സ്ത്രീരൂപം അവന്റെ തോളിനു മുകളിലൂടെ ലാപ്ടോപ്പിലേക്ക് നോക്കി നിൽക്കുന്നു. അവൻ ഭയത്തോടെ പുറകിലേക്ക് തിരിഞ്ഞു. പക്ഷേ അവിടെ ആരുമുണ്ടായിരുന്നില്ല. സശ്വാസം വിട്ടുകൊണ്ട് അവൻ ഫോൺ കയ്യിലെടുത്തു. അപ്പോഴാണ് അവന്റെ ശ്രദ്ധ ഫോണിലെ ഒരു കാര്യത്തിൽ ഉടക്കിയത്. ആ അപരിചിത നമ്പറിൽ നിന്ന് വന്ന കോളുകൾ കാണിക്കുന്നത് ഇൻകമിംഗ് എന്നല്ല, മറിച്ച് തന്റെ തന്നെ നമ്പറിൽ നിന്ന് പോയ ഔട്ട്ഗോയിങ് കോളുകൾ എന്നാണ്. പെട്ടെന്ന് അവന്റെ ചെവിക്കരികിൽ ആ സ്ത്രീയുടെ ശബ്ദം മുഴങ്ങി. ജനലകിലെ തറ ഒന്ന് പൊളിക്കാമോ? അവിടെയാണ് അവർ ചിന്തിക്കുന്നത്.